വല്ലപ്പോഴൊക്കെ ഇതേപോലെ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചെന്ന് ഓർത്തിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടാ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചീസി സ്വീറ്റ് കോൺ നൂഡിൽസ് ആട്ടാ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമുക്ക് നൂഡിൽസ് അങ്ങോട്ട് വേവിച്ച് മാറ്റി വെച്ച് കൊടുക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, 2 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്തങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്തങ്ങ് വഴറ്റി കൊടുക്കുക. 4 ടേബിൾ സ്പൂണോളം സ്വീറ്റ് കോൺ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നീളത്തിലേറെ നമ്മുടെ ക്യാപ്സിക്കോ കൂടെ ചേർത്തങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി നമ്മുടെ മാഗി മസാലൻ്റെ പൊടിയും 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇല്ലേ, ആ നൂഡിൽസ് അങ്ങോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ആകെപ്പാട് ഒരു പാടെന്ന് പറയാനായിട്ട് ഇതാണ് നമ്മൾ ഈ ചേർത്ത മസാലയും നൂഡിൽസും ഒക്കെ കൂടെ അങ്ങോട്ട് ഒന്നായി കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ. ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് സെറ്റായി വരുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഈ കോഴിമുട്ടയും നൂഡിൽസും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു പിടിയോളം മൊസറല്ല ചീസാട്ടാ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചീസ് അങ്ങോട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ പണി, നമ്മളെ ചീസൊക്കെ മെൽറ്റായി കഴിഞ്ഞാലൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് കഴിക്കുക. ഇനി മക്കൾസിനൊക്കെ ആണെങ്കിലേ വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചോളൂ കേട്ടോ അതിൻ്റെ മേലെ. അപ്പം നൂഡിൽസൊക്കെ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം താഴത്ത് വന്ന് കമൻറ്റിൽ പറയണേ. നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന ആ ഒരു മാഗി മസാലൻ്റെ പൊടിയില്ലേ, അതിൻ്റെ അകത്ത് നന്നായിട്ട് ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വേറെ ഉപ്പൊന്നും ചേർക്കാതിരുന്നത്.